ആരാ പോലും രാവിലെ? മോള് രാവിലെ തന്നെ റെഡിയായി വന്നല്ലോ. അവൾ എന്തി ആന്റി? അവൾ ഇതുവരെ എഴുന്നേറ്റില്ല. മോള് വാ, നമുക്ക് അവളെ എഴുന്നേൽപ്പിക്കാം. ഇവളുടെ ഒരു കാര്യം. ഏറ്റേ കൂട്ടുകാരി വന്നേക്കണോ? ഏറ്റേ വിടു മമ്മി, ഉറങ്ങട്ടെ. എടി 9 ആവുമ്പോ പള്ളി ചെല്ലുള്ളതല്ലേ, ഏനേക്കാണ് ഒരു ഉറക്കപ്രാന്തി. അല്ലെങ്കിലും അതെ. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കുവായിരുന്നു. അത് ശരി. ഇന്ന് ആരായിരുന്നു പോലും സ്വപ്നത്തിൽ? ചാവറ പിതാവായിരുന്നു. ചാവറ പിതാവോ? അതേനെ, ചാവറ പിതാവ് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അത് നീ ഇന്നലെ പള്ളിയില് ചാവറ പിതാവിന്റെ പ്രോഗ്രാം കണ്ടിട്ട് കിടന്നിട്ടായിരിക്കും. അത് ശരി ആന്റി, നല്ല സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. എന്നിട്ട് ചാവറ പിതാവ് എന്നാ നിന്നോട് പറഞ്ഞേ? നിങ്ങൾ എന്നെ വിളിച്ചെണീപ്പിച്ചപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. അത് സാരമില്ല. മോളിങ് വാ. ഇന്നലത്തെ പ്രോഗ്രാമിന്റെ വീഡിയോ വികാരിയച്ഛൻ പള്ളിയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എഴുന്നേറ്റ് പെട്ടെന്ന് ഫ്രഷായിട്ട് വാ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കേ. വാ. മമ്മി വേഗം വാ, ഇവർക്ക് പോകാനുള്ളതാ. ഞാൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയോ? ഇല്ലെന്നേ, കൊച്ചു വരാൻ നോക്കിയിരിക്കുവായിരുന്നു. ഇന്നലത്തെ പ്രോഗ്രാം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആയിരുന്നു. മമ്മി കണ്ടായിരുന്നു, നല്ല പ്രോഗ്രാം ആയിരുന്നു. എന്നാ തുടങ്ങാം മമ്മി. ശരി ശരി, നമുക്ക് ടി വി തന്നെ കാണാം. ഞാൻ മാംസബന്ധത്താൽ ചേന്നങ്കരിപ്പള്ളി ഇടവകയിൽ ചാവറ കുര്യാക്കോസ് എന്ന ആളിൻ്റെ മകനാകുന്നു. ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ഏറെ ഒന്നും ചെയ്തിട്ടില്ല. ആയതിനാൽ എല്ലാറ്റിനുമായി എൻ്റെ കൈയെഴുത്താൽ ഇതിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല. ആകയാൽ ഇത് എൻ്റെ നിക്ഷേപമായി സൂക്ഷിപ്പാൻ എൻ്റെ മക്കളായ കൈനഗിരി കുരിശുപള്ളിക്കാരായ നിങ്ങളെ ഞാൻ ഇത് ഏൽപ്പിക്കുന്നു. ചാവറപിതാവിന്റെ ചാവരുളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ചാവരുളോ? അത് എന്നതാ ആന്റി? കുടുംബ ജീവിതത്തിന്റെ കെട്ടുറപ്പിനും ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയ്ക്കുമായി ചാവറപിതാവ് തന്റെ ജനങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് ചാവരുള്. കുടുംബ നവീകരണ ക്രമം എന്നും പറയാറുണ്ട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉപവിയായിരിപ്പിൻ, സ്നേഹമായിരിപ്പിൻ. ഓരോരുത്തൻ്റെ കുറവുകളും പോരായ്മകളും നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിപ്പിൻ. ഇപ്രകാരം ചെയ്താൽ ഈ ലോകത്തിൽ സമാധാനവും പരലോകത്തിൽ നിത്യഭാഗ്യവും നിങ്ങൾ അനുഭവിക്കും. മനസ്സിലായോ മക്കളെ? കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണമെന്നാണ് ചാവറപിതാവ് പറയുന്നത്. മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിൽ ക്ഷമിച്ച് വഴക്കടിക്കാതെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അതാണ് ചാവറപിതാവ് പറഞ്ഞത്. നിന്റെ വീട്ടിൽ മാന്യതയില്ലാത്ത വർത്തമാനങ്ങളും ക്രിസ്ത്യാനികൾക്ക് യോജിക്കാത്ത വചനങ്ങളും മറ്റുള്ളവരുടെ പോരായ്മകളെക്കുറിച്ച് പറയാനും പിറുപിറുക്കാനും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും മറ്റുള്ളവരെക്കുറിച്ച് സംസാര വിഷയമാക്കേണ്ട വീടല്ല എന്നും എല്ലാവരും അറിയാൻ തക്കവണ്ണം പെരുമാറുക. അതായത് വീട്ടിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പാടില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. നമ്മുടെ ജീവിതം നല്ലതാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് ചാവറപിതാവ് പറഞ്ഞത്. നിന്റെ അവസ്ഥയ്ക്ക് തക്കവണ്ണം വേലയെടുക്കുക. വേലയെടുക്കാതിരിക്കുന്നത് മാന്യതയുള്ള ആളുകളുടെ രീതിയല്ല, പിന്നെയോ വീടും കുടിയും സന്തതിയും ഇല്ലാത്തവരുടെ നടപ്പാകുന്നു. മടി സർവ്വ ദുർഗുണങ്ങളുടെയും മാതാവാകുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം അത്. മടി. ജീവിതത്തിൽ മടിയന്മാരാകാതെ വേലയെടുത്ത് അധ്വാനിച്ച് ജീവിക്കണം. അതാണ് ചാവറപിതാവ് പറയുന്നത്. അന്യർക്ക് വല്ല ഉപകാരം ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിന്റെ ദിവസങ്ങളുടെ കണക്കിൽ കൂട്ടുന്നതല്ല. ഇതും മനസ്സിലായില്ല. മക്കളെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം
ദിവസവും നമ്മൾ ചെയ്യണം. അതാണ് ചാവർപിതാവ് പഠിപ്പിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ പറ്റുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ചാവർപിതാവ് നമ്മളോട് പറയുന്നത്. നിനക്ക് സ്നേഹിതന്മാർ അധികം വേണ്ട, പിന്നെയോ 1000 പേരിൽ നിന്ന് സൂക്ഷിച്ച് ഒരുത്തനെ തിരഞ്ഞെടുക്കുക. തമ്പുരാനെ സ്നേഹിക്കാത്തവൻ സത്യമായി നിന്നെയും സ്നേഹിക്കുകയില്ല. അതെന്താ ആന്റി, നമുക്ക് കൂട്ടുകാര് വേണ്ടെന്നാണോ പറയുന്നേ? അല്ല മക്കളെ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്നാണ് ചാവർപിതാവ് പറഞ്ഞത്. എന്റെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാരാണ് മമ്മി. നിങ്ങളും എടുക്കരല്ലേ? ചെറുപ്പത്തിൽ തന്നെ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അടിയുറച്ച ദൈവവിശ്വാസത്തോടെ അവർ വളർന്നു വരട്ടെ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ അങ്ങനെയാണല്ലോ വളർത്തുന്നത്. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ കാരണവന്മാരെ ബഹുമാനിക്കാനും അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്താതിരിക്കാനും ദൈവപ്രമാണത്താൽ തന്നെ എത്രയോ കടപ്പെട്ടിരിക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുക മക്കളുടെ കടമയാണ്. നിങ്ങളൊക്കെ വലുതാവുമ്പോൾ മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ പ്രായമായ മാതാപിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ടുവിടണം എന്നല്ല. ഓർത്തോണം കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആന്റി. നല്ല മക്കള്. മക്കളെ, നിങ്ങൾ പ്രായത്തിനടുത്ത വസ്ത്രധാരണവും ആത്മവിശുദ്ധിയും ഉള്ളവരാകണം. കേട്ടല്ലോ, നിങ്ങൾ വലുതാകുന്നതനുസരിച്ച് വസ്ത്രം ധരിക്കുന്നതിലും മാറ്റം വരുത്തണം. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം മക്കൾ നടക്കാൻ. മനസ്സിലായോ? മനസ്സിലായി മമ്മി. ന്യായമായ അധ്വാനം കൊണ്ട് സമ്പത്ത് സ്വരുക്കൂട്ടുക. ന്യായമായ അധ്വാനം അതെന്താ മമ്മി? ജോലിയിൽ മറ്റുള്ളവരെ പറ്റിച്ചും കള്ളത്തരം കാണിച്ചും ജീവിക്കാതെ നേരായ വഴിക്ക് അധ്വാനിച്ച് ജീവിക്കണമെന്ന്. മനസ്സിലായോ? മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൂടെ കൂടെ പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പണം മുടക്കിയാൽ മാത്രം പോരാ, നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ചാവർപിതാവ് പറയുന്നത്. മമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നില്ലേ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ മിടുക്കരായി വളരുന്നത്. എന്തായാലും പള്ളിയിൽ നടത്തിയ ഈ പരിപാടി നന്നായിരുന്നു. ശരി ആന്റി, ചാവറ പിതാവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ലേ? 1868 ചാവർപിതാവ് ചാവറൽ നൽകിയതെങ്കിലും ഇന്നും അതിന്റെ പ്രശസ്തി മങ്ങിയിട്ടില്ല. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ നിസ്തുല ജീവിതത്തിനിടയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്ന കർമ്മയോഗി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ആത്മീയത, വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കാരങ്ങൾ, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് വിജയം വരിച്ച നവോത്ഥാന നായകനായിരുന്നു. ചാവറ പിതാവ് ആളൊരു ഹീറോ ആയിരുന്നു അല്ലേ മമ്മി? ആയിരുന്നു എന്നല്ല, ചാവർപിതാവ് ഇന്നും കേരള സഭയ്ക്ക് ഹീറോ തന്നെയാന്നേ. മമ്മി, ഞങ്ങൾക്ക് പോവാൻ സമയായി, ഞങ്ങൾ പോട്ടെ. ശരി മക്കളെ, പോകുന്നതിന് മുമ്പ് ചാവർപിതാവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. വായോ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശത്തിൻ തരുണിമയിൽ ഉയർന്നു മിന്നും താരകമേ, പുണ്യ ചാവറയച്ചാ നിൻ പാവനനാമം വാഴ്ത്തുന്നു. ആകാശത്തിൻ തരുണിമയിൽ ഉയർന്നു മിന്നും താരകമേ, പുണ്യ ചാവറയച്ചാ നിൻ പാവനനാമം വാഴ്ത്തുന്നു. വിശുദ്ധ ചാവറയച്ചാ നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേരള സഭയുടെ പൊൻകതിരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ ചാവറയച്ചാ നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേരള സഭയുടെ പൊൻകതിരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.